രാധാകൃഷ്ണനാണ് വൈറ്റിലിരുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കേരളത്തിൻ്റെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണ് എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. പക്ഷേ ആരോഗ്യമേഖല അങ്ങനെ വെന്റിലേറ്ററിലൊന്നുമല്ല. ആരോഗ്യമേഖല കേരളത്തിൻ്റെ മെച്ചപ്പെട്ട ആരോഗ്യമേഖല തന്നെയാണ്. പക്ഷേ അവിടെ നിരന്തരം വീഴ്ചകൾ ഉണ്ടാവുന്നു എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇത് നിരന്തരം വീഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കണേ. കാരണം നമുക്കറിയാം, ഒരു ചികിത്സക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താവും, എങ്ങനെ പുറത്തു വരുമെന്ന് ആർക്കും പറയാൻ പറ്റൂല. കാരണം ചികിത്സിച്ച് രോഗം മാറുമെന്നും വേണ്ട പോണത്, പക്ഷെ തിരിച്ചു തന്നെ രോഗിയായിട്ടാണ്. ഇപ്പൊ തന്നെ ആ കൊച്ചിന്റെ കൈ ചികിത്സിച്ച് കൈ മുറിച്ചു കളയേണ്ട വന്ന്. പക്ഷെ ഈ സിസ്റ്റം തകരാറാണ്. സിസ്റ്റം തകരാറായിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യത്തിന്റെ സിസ്റ്റം തകരാറായത് കൊണ്ടാണ് സ്വകാര്യ ആശുപത്രികൾ കൊള്ള നടത്തുന്നത്, കൊയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മുഖ്യമന്ത്രിയും അറിയാവുന്നത് കൊണ്ടാണ് ചികിത്സക്ക് അമേരിക്കയിലേക്ക് പോകുന്നത്. ഇതിപ്പോ എന്ന് പറയുന്നത്, ഈ ആരോഗ്യമന്ത്രി എന്ത് പറഞ്ഞാലും അവരപ്പം തന്നെ അതിന് പ്രതികരിക്കും, വരും. പക്ഷെ ഒന്നും നടപ്പാകയില്ല, നടത്തേയില്ല. കാരണം ഈ ഇപ്പൊ ഡോക്ടർമാർ അവിടെ ചോദിക്കണമെന്ന് വെച്ചാല് ഒരു സർജറിക്ക് ഇത്ര രൂപയെന്ന് പറഞ്ഞാൽ മേടിക്കണം. മെഡിക്കൽ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ രോഗിയുടെ അടുത്ത് പറയും, രോഗിയുടെ കൂടെയുള്ളവരോട് അടുത്ത് പറയും ഇത്ര രൂപ ഇതിന് തന്നോന്ന് പറയും. അങ്ങനെ വരെ മേടിക്കണേ. പക്ഷെ ഇതൊന്നും ആർക്കും ചെക്ക് ചെയ്യാനോ ഇത് ചെയ്യാനോ ഇല്ല. ഈ ജനങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യമന്ത്രി ചോര കുടിക്കണേ, അട്ട പോലെ ചോര കുടിക്കുന്നതാണ്. വേറെ ഒന്നുമല്ല ആരോഗ്യമന്ത്രി ചെയ്യണം. എന്നിട്ട് ഇവിടെ പ്രസ്താവനകൾ വേറെ ഇതിനുണ്ട്. അവർക്ക് കഴിവില്ലെങ്കിൽ അവർ പോകണമെന്ന്. അവർ വന്നതിന് ശേഷം എന്തോരം മരണങ്ങളും എന്തോരം ആ ഒരു വോയിസ് മെസ്സേജ് തന്നെ വന്നില്ലേ കൂട്ടുകാരന് മൊബൈലില്. കാരണം ഇവിടെ കിടന്ന് ഞാൻ മരിക്കുന്നു, അയാൾ മുൻകൂട്ടി തന്നെ പറഞ്ഞില്ലേ. എന്നിട്ടും ഒരു നടപടി എടുക്കാൻ പറ്റാത്ത ചാനലിലൊക്കെ വന്നിരുന്ന് ആരോഗ്യമന്ത്രി എന്താ പറയണ? ശരിക്കും അവര് സത്യത്തിൽ ജനങ്ങളുടെ അട്ട പോലെ ചോര കുടിച്ചുകൊണ്ടിരിക്കണ ഇവര് രാജിവെച്ച് പുറത്തു പോകണമെന്നാ പറയണ. ഇവരിനി ആരെങ്കിലും ചെയ്യോ? ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനകത്തോട് ഡെയിലി നാളെ എന്ത് വാർത്തയെന്ന് ആര് കണ്ട് വന്നത്? നാളെ വരാൻ പോണതും ഇത് തന്നെയാണ്, ഈ ആരോപണത്തിനെതിരെയാണ്. കാരണം അതിനകത്ത് ഡ്രഗ്സ് വരെ ഉപയോഗിക്കുന്ന ഡോക്ടർമാരാണ്. ഇതൊക്കെ നടപടി എടുക്കണ്ടേ? ഇവർ ചെക്ക് ചെയ്യണ്ടേ? ജനങ്ങളുടെ ഇത് വെച്ചല്ലേ കളിക്കണം. ഓപ്പറേഷൻ സർജറിക്ക് ഇട്ടിട്ട് നേരെ പോയിട്ട് ഇത് കഴിഞ്ഞിട്ട് അവർ വന്ന് കൂട്ടണതൊക്കെ വലിയ വലിയ സർജറികളിലൊക്കെ വളരെ മോശമായ സിസ്റ്റമാക്കി ഈ ആരോഗ്യം നശിപ്പിച്ചെന്ന് എനിക്ക് പറയാനുള്ളൂ. നശിപ്പിച്ച് കളഞ്ഞു. ജനങ്ങൾക്ക് ഒരു സുരക്ഷയില്ല. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ യഥാർത്ഥത്തിൽ വലിയ നേട്ടങ്ങളുള്ള ഒരു ആരോഗ്യ മേഖലയെ ഇപ്പോൾ തുടർച്ചയായി ഇത്തരം വീഴ്ചകൾ വരുന്നത് എന്തുകൊണ്ടാണ്? സാറേ നമസ്കാരം. സാറേ നമസ്കാരം. എനിക്ക് മനസ്സിലാകാത്ത എന്നാന്ന് വെച്ചാൽ, അല്ല കുറെ കാര്യങ്ങളൊക്കെ സാർ ഇപ്പൊ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ വീഴ്ച പറഞ്ഞു. എനിക്ക് മനസ്സിലാകാത്ത ഈ കോവിഡ് കാലത്തെ ഇതാണ് എനിക്ക് ഒട്ടും മനസ്സിലാവാതെ വന്നത്. കോവിഡ് കാലത്ത് ഇതിനെക്കാട്ടിലും കഷ്ടമായിരുന്നില്ലേ? ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാനൊന്ന് പറഞ്ഞിട്ട് സാർ എന്തോടെ പറഞ്ഞോളാം. ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞൂടെ സാറേ? എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കൊണ്ട് ബാത്റൂമിന്റെ അവിടെ ഇട്ടിട്ട് അതിനെ ചികിത്സിക്കാതെ അത് കിടന്ന് മരിച്ചു. ഓരോരുത്തർ ആശുപത്രി കിടന്നുകൊണ്ട് വീട്ടിൽ വിളിച്ചു പറഞ്ഞ എന്നെ ചികിത്സിക്കില്ല, എന്നെ ഒന്ന് കൊണ്ടുപോകണേ, എന്നെ എങ്ങനെയും രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഭരിക്കണോ? ആംബുലൻസ് പീഡനം നടക്കണോ? ഹോസ്പിറ്റലിനകത്ത് ജീവനക്കാർ തന്നെ പീഡിപ്പിക്കണോ? ഇതൊക്കെ കോവിഡ് കാലത്തല്ലേ നടന്നത്? അതിന് ശേഷമല്ലല്ലോ. അതൊക്കെ വീഴ്ചയാണോ? വേറെ ഏതെങ്കിലും സർക്കാരാണെങ്കിൽ ചെറിയൊരു മുറിവ് ഏതെങ്കിലും കൊച്ചിന്റെ കാല് പറ്റിയ ഈ DYFI ഗുണ്ടകളും SFI ഗുണ്ടകളും കൂടെ ഇവിടെ നാട് കത്തിക്കൂലായിരുന്നോ? ഈ സതീശന്റെ വീട്ടിലേക്ക് സമരം നടത്തിയപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നോ? എന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ എനിക്ക് സങ്കടമുള്ളൂ. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ എനിക്കൊരു സങ്കടവും ഇല്ല. വേറെ ഒരു വിഷയം ഇതിന്റെ ഇടയിൽ, ഈ SFI പ്രവർത്തകരും DYFI പ്രവർത്തകരും ഒക്കെ രണ്ട് യുവജന സംഘടനാ പ്രവർത്തകരാണ്. ആ രണ്ട് യുവജന സംഘടനകളും കേരളത്തിലെ ഏറ്റവും നിർണായകമായ രണ്ട് യുവജന സംഘടനകളും കേരളത്തിന്റെ നിർമ്മാണാത്മകമായ പ്രവർത്തനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സംഘടനകളുമാണ്. അപ്പോൾ അവിടുത്തെ പ്രവർത്തകരെല്ലാവരും SFI ഗുണ്ടകൾ, DYFI ഗുണ്ടകൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ല. ഒരു സെക്കൻഡ് സാറേ, സാർ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ പോയിന്റ് ഞാൻ ഇറക്കിയത്. പറഞ്ഞോളൂ. അല്ലല്ല, ഇത് പറയാൻ വേണ്ടി മാത്രം ഞാനൊന്ന് ചോദിക്കട്ടെ സാറേ. ഇവിടുത്തെ പ്രഥമ പൗരനാണ് നമ്മുടെ ഗവർണർ ആണല്ലോ. അദ്ദേഹം റോഡിൽ കുത്തിയിരുന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ സാറ് ആടി ഗവർണറെ തടയാൻ SFI പ്രവർത്തകർക്ക് അവകാശമില്ലേ? ഗവർണറല്ലേ പ്രധാനമന്ത്രിയെ തടയാൻ അവകാശമുണ്ട്. പ്രധാനമന്ത്രിയെ തടഞ്ഞിട്ടുള്ള പാരമ്പര്യമുള്ളവരാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥി സംഘടനകൾ. പ്രധാനമന്ത്രി അടക്കം തടഞ്ഞ പാരമ്പര്യം ഇന്ത്യയിലെ വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ട്. അത് ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായ ഈ സെക്യൂരിറ്റി സെറ്റപ്പ് ഒക്കെ വെച്ചാണ് ഇപ്പോൾ അങ്ങനെയൊന്നും കഴിയാത്തത്. പ്രധാനമന്ത്രിയുടെ ഒക്കെ വീട്ടിന്റെ മുന്നിൽ പോയി ഒന്ന് വലിയ സമരങ്ങൾ നയിക്കുകയും ആ സമരങ്ങളുടെ മുന്നിലേക്ക് പ്രധാനമന്ത്രിമാർ ഇറങ്ങി വരികയും ഒക്കെ ചെയ്ത വലിയ പാരമ്പര്യമുള്ള ഒരു നാടാണ് ഇന്ത്യ. എനിക്കൂടെ ഒന്ന് പറയാൻ സമയം തന്നിട്ട് അല്ല, പറഞ്ഞോളൂ. താങ്കൾ അത് പറഞ്ഞോളൂ. താങ്കൾ വിശദമായി തന്നെ സമയം തരാം.
ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയാം, സാർ ഇതൊക്കെ പറയണം. ഇപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു പോയിന്റ് ഇടയ്ക്ക് എടുത്തിട്ടത്. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ഇത് പറയട്ടെ, ഒരു സെക്കൻഡ് സാറേ. ഇത് ഞാനല്ല പറഞ്ഞത്, ഇവിടുത്തെ പ്രഥമ പൗരനാണ് നമ്മളെ ഗവർണർ. പ്രഥമ പൗരനൊന്നും അല്ല ഗവർണറെ തടയാൻ ഗവർണർക്ക് അങ്ങനെ പറഞ്ഞവര് ഗവർണർ പറയുന്ന അന്തിമ വാക്കൊന്നുമല്ല. ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ, ഗവർണറെ അല്ല, മുഖ്യമന്ത്രി അല്ല, പ്രധാനമന്ത്രി അടക്കം തടഞ്ഞ് സമരം ചെയ്ത പാരമ്പര്യമുള്ളവരാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥി സംഘടനകൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.